അടുത്തിടെ ബ്രിട്ടനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷ ദേശീയ നിലപാടുള്ള കൺസർവേറ്റീവ് പാർട്ടി പരാജയപ്പെടുകയും ലെഫ്റ്റ് ആൻഡ് ലിബറൽ നിലപാടുകളുള്ള ലേബർ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ ബ്രിട്ടനിൽ വർദ്ധിച്ചുവരുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിക ചേരിയുടെ സ്വാധീനം ശക്തമാകുന്നുവെന്നാണ് ചിലർ പ്രചരിപ്പിച്ചത്. ലേബർ പാർട്ടി അധികാരത്തിൽ വന്നെങ്കിലും തീവ്ര വലതുപക്ഷ നിലപാടുകളും ദേശീയതയും ബ്രിട്ടനിൽ ശക്തിപ്പെടുകയാണ് ചെയ്തത്. അത് മനസ്സിലാകാത്തവരും മനസ്സിലായിട്ട് മിണ്ടാതിരിക്കുന്നവരുമൊക്കെ ഇപ്പോൾ ബ്രിട്ടീഷ് ജനതയുടെ ദേശീയവികാരം അണപൊട്ടിയൊഴുകുന്ന തിരിച്ചടി താങ്ങാൻ കെൽപ്പില്ലാതെ ഭയചകിതരായിരിക്കുകയാണ്. അത്രയ്ക്ക് ശക്തമായി ദേശീയവികാരം കത്തിപ്പടർന്ന് കുടിയേറ്റക്കാർക്കെതിരെയുള്ള അതിഭയങ്കര നീക്കമായി അത് മാറിയിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ വെച്ച് 2 ചെറുപ്പക്കാരെ ക്രൂരമായി പോലീസ് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ കുടിയേറ്റക്കാർ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. എന്നാൽ പോലീസ് നടത്തിയ വെളിപ്പെടുത്തലനുസരിച്ച് പോലീസിനെ ആ യുവാക്കൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനെ തുടർന്നാണ് അവർക്കെതിരെ നിയമ നടപടി എടുത്തത്. അതറിഞ്ഞതോടെ ബ്രിട്ടീഷ് ജനത ശക്തമായ നീക്കങ്ങളാണ് നടത്തിയത്. ആ കലാപാന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ് ലിവർപൂളിന് സമീപമുള്ള സൗത്ത് പോർട്ടിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന 6, 7, 9 വയസ്സുകളുള്ള 3 ബ്രിട്ടീഷ് കുഞ്ഞുങ്ങളെ ഒരു ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത്. കൊലപാതകി മൈനറായതിനാൽ അവന്റെ വിശദാംശങ്ങൾ കുറച്ചു ദിവസത്തേക്ക് പുറത്തുവിട്ടില്ല. ആ സമയത്ത് ഇത്രനാളും ബ്രിട്ടീഷ് ജനത സഹിച്ചുമടുത്ത പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് അധിനിവേശത്തിനും മതതീവ്രവാദത്തിനുമെതിരെ അതിശക്തമായ തിരിച്ചടികളാണ് അവിടെയുണ്ടായത്. ഒട്ടുമിക്ക ബ്രിട്ടീഷ് നഗരങ്ങളിലും നടന്നത് സമാനതകളില്ലാത്ത ആക്രമണങ്ങളായിരുന്നു. മുസ്ലിം വിഭാഗത്തിൽ നിന്നോ അനധികൃത കുടിയേറ്റക്കാരനോ അല്ല അക്രമിയെന്ന് വെളിപ്പെടുന്ന വിധത്തിൽ അക്രമിയുടെ പേരുവിവരം പോലീസ് പുറത്തുവിട്ടെങ്കിലും അണപൊട്ടിയൊഴുകിയ പ്രതിഷേധം ശമിപ്പിക്കാൻ അത് അപര്യാപ്തമായിരുന്നു. കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ UK-യിൽ നടന്ന ഏറ്റവും രൂക്ഷമായ കലാപമാണിത്. മോസ്കുകളും ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ അരക്ഷിതാവസ്ഥകളുടെ പേര് പറഞ്ഞ് അന്തിയുറങ്ങാൻ ഇടം ചോദിച്ച് ബ്രിട്ടനിലേക്കെത്തിയവർ തദ്ദേശീയരായി മാറിയപ്പോൾ അക്രമവും ബലാത്സംഗവും തീവ്രവാദ നീക്കങ്ങളും അവിടെ പെരുകിയിരുന്നു. മുൻ ആഭ്യന്തരമന്ത്രി സുവെല്ല പ്രൈവർമാനൊക്കെ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അതിങ്ങനെ കേറി ഇപ്പോൾ അവിടെ നിയമം നടപ്പാക്കേണ്ട പോലീസിനെയും ആ നാട്ടിലെ തലമുറകളെയും ആക്രമിക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസിന് തങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമെന്നും ഇരവാദവും ലിബറൽ ആശയങ്ങളും പ്രചരിപ്പിച്ച് അക്രമം നടത്താമെന്നും നേട്ടം കൊയ്യാമെന്നും കരുതിയവർ ശക്തമായി തിരിച്ചടി വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. സ്റ്റാർമറുടെ നിലപാടുകൾ ലിബറൽ നയത്തിലൂന്നിയതാണെങ്കിലും അണപൊട്ടിയ ദേശീയ വികാരത്തിൽപ്പെട്ട് എല്ലാം ഇപ്പോൾ നേർത്തു പോയിരിക്കുകയാണ്.